Hi, hello friends. Welcome to my frocks. ഇന്ന് നമ്മുടെ വീഡിയോ സ്വിംഗ് ടിപ്സിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു, അതിന് ഒത്തിരി കമന്റുകളും വന്നിരുന്നു കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ആദ്യത്തെ വീഡിയോ കാണാത്ത ആൾക്കാർക്കായിട്ട് ഞാൻ എൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം, അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നമ്മൾ സൂചിയിലേക്ക് നൂല് കടത്താൻ വരെയുള്ള പാകത്തിന് നൂലിട്ടിട്ടുണ്ട്. ഇപ്പോൾ അല്പം കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ തന്നെ നമുക്ക് പൊതുവെ ഈ സൂചിയിലേക്ക് നൂല് കടത്താനായിട്ട് ഒരല്പം ബുദ്ധിമുട്ടാണ്. എല്ലായ്പ്പോഴും ഇത്തിരി ഒന്ന് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം, ചിലർക്കത് ബുദ്ധിമുട്ടും കൂടിയാണ്. അപ്പം നമുക്ക് അതിനൊരു എളുപ്പ വഴിയുണ്ട്, അതെന്താണെന്ന് നോക്കാം. അതിന് നമ്മളെ സഹായിക്കുന്ന ഉപകരണമാണ് ഇത്. നീഡിൽ ത്രെഡർ എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ സ്റ്റിച്ചിങ് മെഷീനിൽ മാത്രമല്ല, നമ്മൾ സാധാരണ കൈകൊണ്ട് തുന്നുന്ന സൂചിയിലും ഒക്കെയും നൂല് കൊരുക്കാൻ വളരെ പ്രയോജനമുള്ള ഒരു സാധനമാണിത്. ഇതിന് 5 രൂപയേ ഉള്ളൂ കേട്ടോ. നമ്മൾ സ്റ്റിച്ചിങ് ആക്സസറീസ് വാങ്ങിക്കുന്ന സാധാരണ ഫാൻസി കടകളിൽ കിട്ടുമോ എന്ന് എനിക്കറിയില്ല, സ്റ്റിച്ചിങ് സാധനങ്ങൾ കിട്ടുന്ന കടകളിലൊക്കെയും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് നൂല് കൊരുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ നീഡിൽ ത്രെഡർ നമ്മുടെ വലത്ത് കയ്യിൽ റൈറ്റ് ഹാൻഡിൽ പിടിച്ചിട്ട് വലത്ത് ഭാഗത്തു നിന്നും ഇടത് ഭാഗത്തേക്കായിട്ടാണ്, ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ ഇതിങ്ങനെ കടത്തേണ്ടത്. കണ്ടോ, ഇതിൻ്റെ ഈ ഹോളിൽ കൂടി, അത് വളരെ ഈസി ആയിട്ട് നമുക്കിത് ഹോളിൽ കൂടി കടത്താൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഹോളിൽ കൂടി കടത്തുക. അതിനുശേഷം നമ്മുടെ നൂലെടുത്തിട്ട്, നൂല് നമ്മൾ ഇനിയും നീഡിലേക്ക് കൊരുത്താൽ മതി, ആ പാകത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ നൂലെടുത്തിട്ട് ഇതിൻ്റെ ഈ ഹോളിലേക്ക് കടത്തുക. അപ്പോൾ ഇത്രയും വലിയ ഹോളായതുകൊണ്ട് നമുക്കിത് എന്തായാലും കടത്താൻ പറ്റും. വളരെ ഫാസ്റ്റായിട്ട് ഇതിലേക്കൊന്ന് കൊരുത്ത് വെച്ചിരുന്നാൽ മതി ആ ഹോളിനുള്ളിലേക്ക്. എന്നിട്ട് ഇതിങ്ങനെ അങ്ങ് വലിച്ചെടുക്കുക. അപ്പോൾ കണ്ടോ, നൂല് ഇപ്പുറത്ത് വന്നു. ഇതേമാതിരി തന്നെ നമ്മൾ കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന നീഡിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. വളരെ ഈസിയാണ്, നമുക്ക് ഒട്ടും കണ്ണിന് സ്ട്രെയിൻ വരികയുമില്ല. ഇനി അടുത്തതായിട്ടുള്ള കാര്യം, നമുക്ക് ബോബിനിൽ നൂല് ചുറ്റാൻ വേണ്ടിയിട്ട് ഉള്ള ഡിവൈസാണിത്. നമ്മുടെ മെഷീനിലുള്ള ഡിവൈസാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി കമൻറ്റ് വരുന്നുണ്ട്, ഇത് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇതിൽ വെച്ച് നൂല് ചുറ്റാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ മെഷീൻ കുറച്ച് പഴയതായി കഴിയുമ്പോൾ ഒരുപക്ഷെ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടുന്ന പോർഷനാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇത് ഒടിഞ്ഞൊക്കെ പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ വീല് കണ്ടോ, ഈ വീലിൻ്റെ റബ്ബർ പോർഷനാണിത്. അപ്പോൾ ഇത് തേഞ്ഞു പോവുകയോ ചെയ്യുമ്പോഴാണ് നമുക്കിതിൽ വെച്ച് നൂല് ചുറ്റാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്ക് ഇതില്ലെങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് നമുക്ക് ബോബിനിൽ നൂല് ചുറ്റാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ ഇങ്ങനെ ബോബിൻ കയ്യിലെടുത്തു, എന്നിട്ട് നമ്മൾ നൂല് ചുറ്റുക. നൂല് ചുറ്റുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഒരു ഹോളിൽ കൂടി ഈ നൂലൊന്ന് കടത്തി ഇങ്ങനെ കൈകൊണ്ട് പിടിക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇങ്ങനെ ഒന്ന് പിടിക്കുക. എന്നിട്ട് വേണം നമ്മൾ ഇങ്ങനെ 2-3 പ്രാവശ്യം ഇത് ചുറ്റുക. ഇത് ചുറ്റിയിട്ട് ഇതുപോലെ ഇതുപോലെയുള്ള സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ഒരു നീളമുള്ള എന്തെങ്കിലും ഇതിനുള്ളിലൂടെ കടക്കാൻ പറ്റുന്ന റൗണ്ടായിട്ടുള്ള, ഈ പോർഷൻ റൗണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനത്തിൽ ഇതുപോലെ കടത്തിയിട്ട്, എന്നിട്ട് നൂല് നമ്മൾ ഈ കയ്യിൽ ഇങ്ങനെ പിടിക്കുക. ഈ നൂല് ഈ ഹോളിൽ കൂടി കടത്തിയ നൂലുണ്ടല്ലോ, ഇത് നമ്മുടെ കയ്യിൽ തന്നെ പിടിച്ചോളുക, അല്ലെങ്കിൽ ഈ ബോബിൻ ഇങ്ങോട്ടേക്കായി പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് നമ്മൾ മെഷീൻ മെല്ലെ കറക്കി കൊടുക്കുക. നമ്മളിതുപോലെ ചുറ്റിയെടുക്കുക. അപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഈ നൂലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അനക്കി കൊടുക്കണം. കാര്യം ഒരു പോർഷനിൽ തന്നെ നമുക്ക് നൂല് ചുറ്റി വരും. അപ്പോൾ ഇങ്ങനെ ഇത് ആദ്യം ചെയ്യുന്നവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. 2-3 പ്രാവശ്യം ചെയ്ത് പ്രാക്ടീസ് ആയാൽ മാത്രമേ ഈ രീതിയിൽ നമുക്ക് ചുറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ഡിവൈസ് ഇല്ലാത്തവർക്കും നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഈ സ്ക്രൂ ഡ്രൈവറിന് പകരമായിട്ടല്ലേ, സ്ക്രൂ ഡ്രൈവറോ നിങ്ങൾ ഉപയോഗിക്കുന്ന എന്ത് സാധനമോ അതിന് പകരമായിട്ട് ബോബിൻ ത്രെഡ് വൈൻഡർ എന്ന് പറയുന്ന ഒരു സാധനം വാങ്ങിക്കാൻ കിട്ടും. അതിലേക്ക് ഇങ്ങനെ ബോബിൻ കടത്തി വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം. എൻ്റെ കയ്യിൽ അതില്ല, എനിക്കിപ്പോൾ ഈ ഡിവൈസ് ഉള്ളത് കൊണ്ട് ഞാനത് വാങ്ങിയിട്ടില്ല. അതിന് 10 രൂപയേ ഉള്ളൂ. അങ്ങനെ ഒരു ഉപകരണം കൂടി ഉണ്ട് മാർക്കറ്റിൽ. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, ഈ ഒരു ഉപകരണമാണ്. ഇത് സീം റീപ്പർ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിനും 10 രൂപയേ ഉള്ളൂ മാർക്കറ്റിൽ. ഇത് നമുക്ക് തയ്യൽ പഠിക്കുന്നവർക്കും തയ്ക്കുന്നവർക്കും ഒക്കെ വളരെ ഉപയോഗമുള്ള ഒരു സാധനമാണ്. കാര്യം നമ്മൾ ഈ തയ്ച്ച സാധനം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ വളരെ ഫാസ്റ്റായിട്ട് അഴിക്കാൻ പറ്റും. കണ്ടോ, ഇതുപോലെ തയ്യലൊക്കെ എത്ര മുറുക്കമുള്ള തയ്യലാണെങ്കിലും കണ്ടോ, ഇങ്ങനെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ഈ ഭാഗത്ത് വന്നിട്ട് കട്ടായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് ഇത് അഴിച്ചെടുക്കാൻ പറ്റും. കണ്ടോ, ഈ ഒരു ഉപകരണവും നമുക്ക് വളരെ ഉപയോഗമുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സിൽ ചിലതെങ്കിലും അല്ലെങ്കിൽ ഒരുപക്ഷെ എല്ലാം തന്നെയും ചിലർക്കൊക്കെ അറിയാവുന്നതായിരിക്കാം. എന്നാൽ പോലും അറിയാത്ത ആൾക്കാരെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണിത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. അടുത്ത ടിപ്സ് വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.